ഒരു നിമിഷം, ലൂസി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇല്ല, നമ്മുടെ ഇന്നലെ രണ്ടുപേരെന്നെ ഉള്ളൂ. ഈ തെരച്ചിലിന് വളരെ നിർണായകമായ വിവരങ്ങൾ നൽകിയത് ലൂസിയാണ്. ലൂസി, നമസ്കാരം ലൂസി മാം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള കാര്യം ആദ്യമേ തന്നെ പങ്കുവയ്ക്കുന്നു. രാത്രി 2:48 ആകുമ്പോഴേക്കും കുട്ടിയെ കിട്ടി, രണ്ടുപേരെയും. ഓക്കെ, കിട്ടി നല്ല കാര്യം. അപ്പോൾ ഇന്നലെ ലൂസി മാം നമ്മളുമായിട്ട് പങ്കുവെച്ച കാര്യങ്ങൾ വളരെ നിർണായകമായിരുന്നു. അത് ഒരുപാട് പേര് കേട്ടു, ഒരുപാട് പേര് കണ്ടു, നമ്മളുടെ നമ്പറൊക്കെ കൊടുത്തു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും സുരക്ഷിതരായി ഇന്നിപ്പോൾ തിരിച്ചെത്തും. അതിലൊരു ഓക്കെ, നല്ല കാര്യം. അപ്പം ചെറിയ ടെൻഷൻ അടിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ നമ്മുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, ശരി. ഈ എവിടെയാണ് ലൂസി മാമിന്റെ നാട്? ഇവിടെ കേരളത്തിലാണോ? അതെ, ഞങ്ങൾ കേരളത്തിലാ. കേരളത്തിൽ ഹസ്ബൻഡിന്റെ വീട് കോട്ടയം, ഞങ്ങൾ കൊച്ചി. ഓക്കെ. എന്തായാലും ലൂസി മാമിന്റെ കടയും ഹിറ്റായി. ഇന്നലെ ഏതായാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ പങ്കുവെച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ലൂസി മാം. ഇന്നലെ ഇവര് ഈ മലയാളി മാനേജറായ കുട്ടിയാണല്ലോ ഇവരുമായിട്ട് സംസാരിച്ചത്. ഇവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോകണം എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത് അല്ലേ? അതെ, അത് ആ കുട്ടിയായിട്ട് കൂടുതലൊന്നും സംസാരിച്ചില്ല. ഞാനുമായിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. ഞാനെപ്പോഴും ഏതെങ്കിലും മലയാളികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാകരുത്. മലയാളികൾ വന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയും ഞാൻ അവിടെ എത്തിയിരിക്കും. അങ്ങനെ നമുക്ക് കൂടുതൽ ഒത്തിരി മലയാളി കസ്റ്റമേഴ്സ് ഉണ്ട്. മോസ്റ്റ്ലി നേഴ്സസ് അങ്ങനെയുള്ള, പിന്നെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഭാഷ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ അവരെ കംഫർട്ടബിൾ ആക്കി വിടണം എന്നുള്ള രീതിയിലാണ് ഞാനും കൂടുതൽ സമയം അവരുടെ അടുത്ത് കുറെ അധികം സമയം സംസാരിച്ചത്. എങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ഏതാ ഇടുന്നേ, കല്യാണം എങ്ങനെ ചോദിച്ചോ? അപ്പൊ അവരെന്താ പറഞ്ഞ? ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ? അതോ അവര് പറഞ്ഞു ഇല്ല, ജീൻസ് ടോപ്പ് ആയിടുന്നെന്ന്. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, ജീൻസ് ടോപ്പ് ഇട്ടൊക്കെ കല്യാണമോ? അപ്പൊ ഏത് ജാതി അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാണ് എനിക്കും തോന്നി ഇങ്ങനെ. അപ്പൊ ഈ ലൂസി മാം ഇവര് വന്ന് എന്തൊക്കെയാ ചെയ്തത്? ഹെയർ സ്ട്രൈറ്റൻ ചെയ്തു, ഷോർട്ടൻ ചെയ്തു. ആദ്യമേ മുടി വെട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയുടെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു. അവർക്ക് അവരുടെ മുഖത്തിന്റെ ഷേപ്പ്, കല്യാണത്തിന് പോകുമ്പോ ഒരു ചില ഇതായിട്ട് മോഡേൺ ലുക്ക് വേണമെന്നും പറഞ്ഞ. അപ്പൊ തിരിച്ചു വരുമ്പോ വാപ്പ അറിയോ ഈ മോളെ? കണ്ടാ തിരിച്ചറിയാവുന്ന രൂപത്തിലെ കോലത്തിലൊക്കെ ആയിരിക്കും തിരിച്ചു വരിക? വന്ന് പോയതിൽ നല്ലതായിട്ടാണ് തിരിച്ചു വരുന്നത്. വാപ്പയ്ക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ലാതാണ് വാപ്പ നേരത്തെ പറഞ്ഞത് നമ്മുടെ. ഓക്കെ. പക്ഷെ കുഴപ്പമില്ല, സുന്ദരിയായിട്ട് മോള് തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷം ഉണ്ടാവും. താങ്ക് യു ലൂസി മാം. എന്തായാലും വരുന്നത്. ഓക്കെ, താങ്ക് യു.